പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഇന്ന് പകൽക്കാലം ഞാൻ ചെറിയ ഒരു ധ്യാന വിഷയമാണ് ഇന്ന് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ഇരിക്കുകയും നിങ്ങളത് കേൾക്കുകയും ചെയ്യുക. ദൈവം നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കുന്നത് എന്താണോ അത് നിങ്ങൾ ഏറ്റെടുക്കാനും നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഈ സബ്ജക്റ്റ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ഈ ധ്യാന വിഷയത്തിൻ്റെ സബ്ജക്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളതുപോലെ തന്നെ ദൈവം നമ്മളെ ശക്തീകരിക്കുന്നവരാണ്. ഒന്ന് പറഞ്ഞ് നമ്മൾ ഒന്ന് ദൈവം നമ്മളെ ശക്തീകരിക്കുന്നവനാണ്. ഇതാണ് നമ്മുടെ ഈ ഒരു സബ്ജക്റ്റ് ഇന്ന് ഞാൻ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഞാനിന്നൊരു വലിയൊരു പ്രീച്ചിങ് സെഷനായിട്ട് എടുക്കാനായിട്ടല്ല ഉദ്ദേശിക്കുന്നത്. ഒരു ധ്യാനാത്മകമായിട്ട് ഉള്ള ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് ഒരു ഡിവോഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. പ്രീച്ചിങ് തന്നെ പല വിധങ്ങളിലുണ്ട്. ദൈവവചനം ഷെയർ ചെയ്യുന്നത് തന്നെ പല വിധങ്ങളിലുണ്ട്. ടീച്ചിങ് മെത്തേഡുണ്ട്, പ്രീച്ചിങ് മെത്തേഡുണ്ട്. ഡിവോഷണലായിട്ട് അല്ലെങ്കിൽ ധ്യാനാത്മകമായിട്ട് കാര്യങ്ങളെ ഡിസ്കസ് ചെയ്ത് കാര്യങ്ങളെ സംസാരിക്കുന്ന ഒരു മെത്തഡോളജി ഉണ്ട്. ഇങ്ങനെ 2-3 രീതികളിൽ നമുക്ക് ദൈവവചനത്തെ നമുക്ക് ധ്യാനിക്കാനായിട്ട് കഴിയും. ഒന്നിനോട് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നതായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് ഒന്ന് ശരിയെന്നും ഒന്ന് തെറ്റെന്നൊന്നും നമുക്ക് പറയാനായിട്ട് കഴിയില്ല. നമ്മുടെ കീ വേഴ്സ് എന്ന് പറയുന്നത് സങ്കീർത്തനം 73:26 സങ്കീർത്തനം 73:26 നമ്മുടെ കീ വേഴ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ നാളുകളിൽ പല വിധങ്ങളിലുള്ള ഇഷ്യൂസും പല വിധങ്ങളിലുള്ള പ്രശ്നങ്ങളുമൊക്കെയാണ് ദൈവമക്കളും അതുപോലെ തന്നെ മറ്റുള്ളവരും ലോകം മുഴുവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവം തരുന്നതായിട്ടുള്ള അല്ലെങ്കിൽ ദൈവം തന്നിട്ടുള്ളതായിട്ടുള്ള ആ കഴിവിനെ, ആ സ്ട്രെങ്ത്തിനെ, ആ എനർജിയെ എക്സ്പീരിയൻസ് ചെയ്യുന്നവരാണ്. എത്ര പേര് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ദൈവം അങ്ങനെ അനുഭവിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു രീതി നമ്മുടെ മധ്യത്തിൽ ദൈവം തന്നിട്ടുണ്ട്. പലരും ഒരു റിലീജിയസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു മതപരമായിട്ടാണ് പലപ്പോഴും ശുശ്രൂഷകളെ കാണാറ്. അല്ലെങ്കിൽ വളരെ ഇമോഷണൽ ആയിട്ടാണ് പലരും ശുശ്രൂഷകളെ കാണാറ്. എന്നാൽ ഈ വൈകാരിക തലം വിട്ടിട്ട് നമ്മൾ നമ്മുടെ റിയാലിറ്റിയിൽ വാസ്തവമായിട്ടുള്ള നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നു എൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ എന്നിൽ എന്ത് ചെയ്യുന്നു എന്ന് ചിന്തിക്കുന്നവരുടെ മധ്യത്തിലാണ് ദൈവം സത്യത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പലരും ചോദിക്കാറുണ്ട്, എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം പെട്ടെന്ന് കാണുന്നില്ലല്ലോ, എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന് ദൈവം എന്തുകൊണ്ടാണ് കണ്ണടച്ച് കളയുന്നത്? ഇതൊക്കെ പലരും ചോദിക്കുന്ന വിഷയങ്ങളാണ്. കുടുംബപരമായിട്ട്, കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളായിട്ട്, പ്രായോഗികമായ തലത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പല വിഷയങ്ങളും ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ ചരിത്രപരമായിട്ട് ബൈബിളിൽ പല ദൈവവിശ്വാസികൾ അല്ലെങ്കിൽ നമ്മുടെ ഫോർ ഫാദേഴ്സ്, നമ്മുടെ മുൻകാലത്തിലുള്ള നമ്മുടെ പിതാക്കന്മാരായിട്ടുള്ളവർ എല്ലാം അവർ അനുഭവിച്ചു പോയ പല കാര്യങ്ങളും നമ്മുടെ മുൻപിൽ ബൈബിൾ ദൈവവചനം വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. നമ്മൾ ആരും അതിനെ സീരിയസ് ആയിട്ട് കാണാറില്ല. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ ആ സ്ട്രെങ്ത്, ദൈവത്തിൻ്റെ ആ ഒരു അരുളപ്പാടുകൾ, ദൈവം നമുക്ക് അഷ്വർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഉറപ്പ് തന്നിരിക്കുന്ന വാഗ്ദാനങ്ങളൊന്നും ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയാത്തത്. ഇവിടെ പറയുന്നത് എൻ്റെ മാംസവും എൻ്റെ ഹൃദയവും ക്ഷയിച്ചു പോകുന്നു, ദൈവം എന്നേക്കും എൻ്റെ ഹൃദയത്തിൻ്റെ പാറയും എൻ്റെ ഓഹരിയും ആകുന്നു. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് എത്രത്തോളം ദാവീദ് ഇത് പറയുന്നത് എത്ര ഒരു നല്ല രീതിയിലാണ് അല്ലെങ്കിൽ ചീത്ത രീതിയിലാണ് എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും.
ശരിക്കും ദൈവം എന്നെ സഹായിക്കുന്നില്ല എന്നുള്ളൊരു അർത്ഥമാണ് ആദ്യം അവിടെ വരുന്നത്. പക്ഷെ രണ്ടാമത് നമ്മൾ വായിക്കുമ്പോൾ ദൈവം എന്നേക്കും എൻ്റെ ഹൃദയത്തിൻ്റെ പാറയാണ്, എൻ്റെ ഓഹരിയാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട്, ഒരു ഔട്ട്ലുക്ക് അല്ലെങ്കിൽ ഒരു അറിവ് ദൈവം നമുക്ക് തരികയാണ്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. ദൈവം നമുക്ക് തരുന്നത് അവൻ്റെ സ്ട്രെങ്താണ്. സ്തോത്രം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പം ആരാണ് ദൈവമെന്ന് അറിയുമ്പോൾ, ഇന്നലെ നമ്മൾ ഒരു സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചു അല്ലേ, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പാസ്റ്റർ മാത്യു പ്രത്യേകം പറഞ്ഞു, മിണ്ടാതിരുന്ന് ദൈവത്തെ അറിയാമെന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാതെ നിഷ്ക്രിയരായിട്ട് ഇരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. നിഷ്ക്രിയത്വത്തെക്കുറിച്ചല്ല പറയുന്നത്, മറിച്ച് ആക്റ്റീവായിട്ട് നമ്മുടെ മനസ്സിൽ ദൈവത്തെ അറിയുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ മിണ്ടാതിരുന്ന് ദൈവം ആരെന്ന് അറിയുക, ദൈവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ മുൻകാലങ്ങളിൽ ചെയ്ത പ്രവൃത്തികളെ നിങ്ങളൊന്ന് അറിയുക, ഇസ്രായേൽ മക്കളുടെ മധ്യത്തിൽ ദൈവം ചെയ്ത പ്രവൃത്തിയെ അറിയുക. കാലഘട്ടങ്ങളിലേക്കൊന്ന് തിരിച്ചു പോയാൽ മോശയിലൂടെ ദൈവമക്കളെ കനാൻ ദേശത്തേക്ക് ഇറക്കിക്കൊണ്ട് വരുമ്പോൾ ഇറക്കിയ ആ ദിവസങ്ങൾ നമ്മൾ നോക്കിയാൽ ദൈവം മഹാത്ഭുതങ്ങളെ പ്രവർത്തിച്ചു. ഫറവോന്റെ സന്നിധിയിൽ മോശയിലൂടെ അത്ഭുതങ്ങൾ കാഴ്ചവെച്ചു. ഇസ്രായേൽ മക്കൾ അതെല്ലാം കണ്ടു. അതിനുശേഷം ഇറക്കിക്കൊണ്ടുവന്നു. ഇറക്കിക്കൊണ്ടുവരുന്ന സമയങ്ങളിലും ഏകദേശം 6 ലക്ഷത്തോളം ജനങ്ങളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ, അവർക്ക് ആവശ്യമുള്ളതിനെ എല്ലാം കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അവർ പ്രതീക്ഷിച്ചില്ല, അവർ പോകുന്ന വഴി പോലും ദൈവം മാറ്റിമറിക്കുമെന്ന് അവർ ചിന്തിച്ചില്ല. എളുപ്പമുള്ള ഒരു വഴി ഉണ്ടായിരുന്നു, പക്ഷേ ആ എളുപ്പമുള്ള വഴി മാറ്റിവിട്ട് അവരെ ചെങ്കടലിൻ്റെ മുമ്പിൽ എത്തിച്ചതിന് ശേഷം ദൈവത്തിൻ്റെ അത്ഭുതമേറിയ ഒരു കരം അവർക്ക് കാണിച്ചു കൊടുത്തു. ചെങ്കടലിനെ പിളർത്തി തരിശായ അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള ഒരു ലാൻഡിലൂടെ അവരെ നടത്തി കനാൻ ദേശത്ത് എത്തിച്ചു. പുറകെ വന്ന ഫറവോന്റെ സകല സൈന്യത്തെയും നശിപ്പിച്ചു. ഇതെല്ലാം കണ്ണുകൊണ്ട് ഇസ്രായേൽ മക്കൾ കണ്ടു. പക്ഷേ എന്താ സംഭവിച്ചത്? ഈ ചെങ്കടൽ കടന്ന് കുറച്ച് ദൂരം അങ്ങ് ചെന്ന ഒരു സ്ഥലത്ത് അവർ താമസിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവരെന്ത് സംഭവിച്ചു? അവർ ചിന്തിക്കാൻ തുടങ്ങി, ഞങ്ങൾക്ക് അവിടെ ആയിരുന്നെങ്കിൽ നല്ല ഭക്ഷണം കിട്ടുമായിരുന്നു, അവിടെ ആയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി സുഗമമായിരുന്നു. ഇപ്പൊ ഇവിടെ ഭക്ഷണമില്ല, ഇവിടെ ഒന്നുമില്ല. മുമ്പിൽ കണ്ട അത്ഭുതങ്ങളെ വളരെ ദിവസങ്ങൾക്കുള്ളിൽ, മണിക്കൂറുകൾക്കുള്ളിൽ മറന്നു പോകുന്ന ഒരു ജനത. ഇത് ദൈവത്തിന്റെ വചനം പറയുന്നത് സകലതും ദൃഷ്ടാന്തത്തിനായിട്ട്. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ അതങ്ങനെയാണ് പറയുന്നത്. വാക്യം ഏതാന്ന് എക്സാക്ട്ലി ഞാൻ ഓർക്കുന്നില്ല. ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്ന സകല കാര്യങ്ങളും മനുഷ്യർക്ക് ദൃഷ്ടാന്തത്തിനായിട്ട് എഴുതി വച്ചിരിക്കുന്നു എന്നാ പറയുന്നത്. ഒന്നും നുണ പറയുന്നില്ല ബൈബിള്. ശലോമോൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ പാപം ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട്. ദാവീദ് പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ പാപം ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട്. ആരൊക്കെ ദൈവത്തോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അവർക്ക് കറക്ഷൻ വന്നിട്ടുണ്ടോ, അവര് പിന്നീട് രക്ഷിക്കപ്പെട്ടോ, അവരെ പിന്നീട് ദൈവസന്നിധിയിൽ എത്തിയോ, ഇതൊന്നും നമുക്ക് എക്സാക്ട്ലി പിക്ചർ ഇല്ലെങ്കിലും സത്യമായിട്ട് പിക്ചറിലുണ്ട്. സ്തോത്രം. എന്തിനു വേണ്ടിയിട്ടാണ്? ഞാനും തെറ്റ് ചെയ്യാം, ഞാനും പ്രശ്നത്തിലൂടെ കടന്നു പോകാം. ഇതെല്ലാം നമുക്ക് ദൃഷ്ടാന്തത്തിനായിട്ട് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തി തന്നിരിക്കുക. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ഈ കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി നമ്മൾക്ക് തന്നിരിക്കുകയാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം. അപ്പോൾ എൻ്റെ സബ്ജക്റ്റിലേക്ക് കടക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ ദൈവത്തിൻ്റെ സ്ട്രെങ്ത് ഇല്ലാതെ നിങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് കഴിയും? ദൈവത്തിൻ്റെ ജനത്തിൻ്റെ കഥകൾ മുഴുവൻ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ പവർ, ദൈവത്തിൻ്റെ സ്ട്രെങ്ത്, ദൈവത്തിൻ്റെ ശക്തി അവരുടെ മധ്യത്തിലേക്ക് കടന്നു വന്നു. അവരുടെ വീക്ക്നെസ്സുകളിൽ കടന്നു വന്നു, അവരുടെ തളർച്ചകളിൽ കടന്നു വന്നു, അവരുടെ ബലഹീനതകളിൽ കടന്നു വന്നു. സ്തോത്രം. എന്നെ കേൾക്കുന്ന എത്ര പേരുണ്ട് ബലഹീനര്? സ്തോത്രം. ഹല്ലേലൂയ.
ബലഹീനരുടെ മുമ്പിൽ ദൈവത്തിൻ്റെ ശക്തി കടന്നു വരും. നമ്മുടെ സ്വർഗീയനായിട്ടുള്ള നമ്മുടെ പിതാവ് നമ്മുടെ പ്രശ്നങ്ങളെ മുഴുവൻ ഏറ്റെടുക്കുന്നവനാണ്. നമ്മുടെ പാപങ്ങളെ അവൻ ഏറ്റെടുക്കുന്നവനാണ്. നമ്മുടെ തളർച്ചയെ അവൻ ഏറ്റെടുക്കുന്നവനാണ്. ഈ തളർച്ചയും ഈ ബലഹീനതയും ഒക്കെ ഒരു അവസരമാക്കി മാറ്റി അത് നമ്മുടെ മധ്യത്തിൽ ദൈവശക്തി വെളിപ്പെടുവാൻ ദൈവം ഉപയോഗിക്കുന്നവനാണ്. സ്തോത്രം. അത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. നമ്മുടെ ബലഹീനതകളെ ദൈവം ഉപയോഗിക്കും. ഓപ്പർച്യൂണിറ്റി, അവസരം ഉണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ. ദൈവം അത് ഉപയോഗിച്ച് ദൈവം ചില കാര്യങ്ങളെ വെളിപ്പെടുത്തി തരും. ചില സത്യങ്ങളെ നമ്മുടെ മുൻപിലേക്ക് ദൈവം കൊണ്ടുതരും. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ചെവിയും നമ്മുടെ അന്തരാത്മാവും നമ്മുടെ എല്ലാ സെൻസ് ഓർഗൻസും ഈ ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്കായിട്ട് ഒന്ന് നിവൃത്തി വയ്ക്കുന്നത് നല്ലതാണ്. നമ്മൾ ഭയങ്കര ബിസിയല്ലേ? എത്ര പേരുണ്ട് ബിസി അല്ലാത്തവരിവിടെ? എല്ലാവരും ബിസിയാണ്. ബിസി ഷെഡ്യൂളിൽ നടക്കുന്നവരാണ്. അതൊന്നുമില്ലെങ്കിൽ മിനിസ്ട്രിയിലായിരിക്കും, അല്ലെങ്കിൽ അതിലായിരിക്കും, ഇതിലായിരിക്കും. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ നമുക്ക് കഴിയത്തില്ല. അങ്ങനെ ഒരു പ്രശ്നം നമുക്കുണ്ട്. എത്ര പേര് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ടുള്ളവരുണ്ട് ഇവിടെ? കൈ ഒന്ന് പൊക്കാൻ പറ്റുമോ? അതെല്ലാവരും കൈ പൊക്കുമ്പോൾ എല്ലാവരും ഹാഫ് കൈയെ പൊക്കുന്നുള്ളൂ. അതാണ് അതിനകത്ത് ഒരു വലിയൊരു പ്രശ്നം. കോൺഫിഡൻസ് ഇല്ലാത്തതാണ് അത് കാണിക്കുന്നത്. കൈ പൊക്കാൻ പറഞ്ഞാൽ ഈ കൈ ഇങ്ങനെ പൊക്കുന്നവർക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. അപ്പോൾ പുറകിലിരിക്കുന്ന ഒരാൾ പറയാണ്, പാസ്റ്റർ മാത്യു ഇത്രേ പൊക്കിയുള്ളല്ലോ എന്ന്. പാസ്റ്റർ മാത്യു ഫുള്ള് പൊക്കി. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായത് അല്ലേ? അപ്പൊ ദൈവ ശബ്ദം നമ്മൾ കേൾക്കുവാൻ തക്കവണ്ണം നമ്മുടെ കാതുകളെ ഏത് സമയത്തും നമ്മൾ ഉറപ്പാക്കി വെച്ചുകൊള്ളണം. ഒരു ദിനം തുടങ്ങുമ്പോൾ, ഒരു രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ടാണ് ആദ്യം പോകുന്നത്? പത്രം വായിക്കാനായിട്ടാണോ അതോ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്കായിട്ടാണോ? സ്തോത്രം. പല ദിവസങ്ങളിലും ഞാനിങ്ങനെ ഈ എഴുന്നേറ്റ് വരുന്നത് ചിലപ്പോൾ ഈ കോഴി ഭയങ്കരമായ ശല്യം ചെയ്യുമ്പോഴാണ്. ഞങ്ങൾക്ക് കുറച്ച് കോഴികളുണ്ട്. കോഴികൾക്കൊരു പ്രശ്നമുണ്ട്. കോഴികൾക്ക് വെളിച്ചം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇരിക്കാൻ പറ്റത്തില്ല. അതുങ്ങൾ കൊക്കോയായി, ആകെ പ്രശ്നങ്ങളായി, ബഹളമായി, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളായി. കോഴിയുടെ പ്രശ്നം കേട്ട് കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾക്കൊരു പട്ടിയുണ്ട്. പട്ടി എന്ത് ചെയ്യും? പട്ടി കുരയ്ക്കാൻ തുടങ്ങും. അപ്പോൾ ഞാൻ പ്രീതിയോട് പറയാറുണ്ട്, സാധാരണ വെളുപ്പിന് നമ്മളൊന്ന് എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഫ്ലാറ്റ് നമുക്കൊരിക്കലും പറ്റത്തില്ല. ഫ്ലാറ്റ് ഇല്ലാത്തവർ, വീടും പരിസരവും ഒക്കെ ഉള്ളവർ 2 കോഴിയെ വളർത്തുന്നത് നല്ലതായിരിക്കും. നിങ്ങളൊരു 3:30-4 മണി ആകുമ്പോഴത്തേക്ക് എങ്ങനെയൊക്കെയാണെങ്കിൽ നിങ്ങൾ എഴുന്നേക്കും. അലാറം നിങ്ങൾക്ക് ഓഫ് ചെയ്യാം. കോഴിയെ നിങ്ങൾക്ക് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. നല്ലൊരു സജഷനാണ്. തമാശ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ദൈവ ശബ്ദം കേൾക്കാൻ ഏറ്റവും പറ്റിയ സമയം രാവിലെയാണ്. ദൈവത്തിൻ്റെ വചനം നിങ്ങൾ എടുത്തു വച്ച് ഒരു 5 മിനിറ്റ് ആണെങ്കിൽ പോലും നിങ്ങൾ ഇരുന്നാൽ ആ ദൈവ ശബ്ദത്തെ നിങ്ങൾ കേൾക്കാനായിട്ട് കഴിയും. ദൈവ ശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ട് നിങ്ങൾ ഒരു ദിവസത്തെ ആരംഭിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള ശബ്ദങ്ങൾ നിങ്ങൾക്ക് അത്ര കണ്ട് പ്രശ്നം സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളായിരിക്കില്ല. നിങ്ങൾക്ക് അതിനെ ഓവർകം ചെയ്യാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, അത് ശ്രദ്ധിക്കണം. നമ്മുടെ ദൈവം എന്ന് പറയുന്നത് അവൻ നമ്മളെ കരുതുന്നവനാണ്, നമ്മളെ സംരക്ഷിക്കുന്നവനാണ്, നമ്മുടെ മേൽ ശക്തി പകരുന്നവനാണ്. നമുക്കൊരു വാക്യം വായിക്കാം. യെശയ്യാവിന്റെ പുസ്തകം 40-28 മുതൽ 31 വരെയുള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം. നിനക്കറിഞ്ഞുകൂടെയോ? ശ്രദ്ധിച്ചോണം, അതിനകത്ത് ചില ചോദ്യങ്ങളിലാണ് തുടങ്ങുന്നത്. നിനക്ക് അറിഞ്ഞുകൂടെയോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവനാണ് അവൻ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നില്ല. അവന്റെ ബുദ്ധി അപ്രമേയമത്രേ.
അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു. പ്രൈസ് ഗോഡ്. ബലമില്ലാത്തവന് ബലം പകരുന്നവനാണ്. ബാല്യക്കാർ ക്ഷീണിച്ചു തളർന്നു പോകും. യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. സ്തോത്രം. എത്ര ശക്തമായിട്ടുള്ള ഒരു വാക്യമാണെന്നറിയാവുന്നത്. ഇവിടെ ദൈവത്തിന്റെ ശക്തി നമ്മളിലേക്ക് പുതുകി വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? യഹോവയെ കാത്തിരിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ ശക്തി പുതുകി വരും. സ്തോത്രം. നിങ്ങൾ ഏത് സമയത്ത് ദൈവത്തെ കാത്തിരിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏത് സമയത്തൊക്കെയാണ് പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഏതൊരു പ്രശ്നങ്ങളുടെ മധ്യത്തിലും സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചവനായിട്ടുള്ള ദൈവം, ഭൂമിയുടെ അറുതികളെ ഉണ്ടാക്കിയവനായിട്ടുള്ള ദൈവം, അവൻ നിങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം ആവശ്യപ്പെടുന്ന ഇത്രയേ ഉള്ളൂ. യൗവനക്കാരായിരിക്കുന്നവര് ചിലപ്പോൾ താഴെ പോയേക്കാം. നിങ്ങൾക്കറിയാം, പാസ്റ്റർ റെജി വളരെ ആക്റ്റീവായിട്ടിരുന്ന ഒരു ദൈവദാസനായിരുന്നു. അദ്ദേഹത്തിന് പെട്ടെന്നാണ് രോഗം വന്നത്. ആരും അറിയുന്നില്ല. അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം ദൈവത്തോട് ചേർക്കപ്പെട്ടു. മരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരർത്ഥത്തിൽ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കർത്താവിനോട് ചേരുന്ന ഒരു പ്രക്രിയയാണ് മരണം എന്ന് പറയുന്നത്. വളരെ പ്രത്യാശ വച്ചിരിക്കുന്ന ഒരു ദേശത്തേക്ക് എടുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ള ഒരു കാര്യമാണ്. പക്ഷേ അകാലത്തിലാകുമ്പോൾ ഒരല്പ ദുഃഖമുണ്ട്. ശരിയല്ലേ? പ്രതീക്ഷിക്കാത്തതാകുമ്പോൾ ചില ദുഃഖങ്ങളുണ്ട്. ഒരു മരണം കാണുമ്പോൾ, ഒരു ഫ്യൂണറൽ നമ്മൾ കാണുമ്പോൾ, ഒരു ഫ്യൂണറൽ സർവീസിൽ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ആകെ ശ്രദ്ധിക്കേണ്ടത് ആ വ്യക്തിയുടെ കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒക്കെ അവിടെ പറയുന്നുണ്ട്, അതെല്ലാം ഉണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഞാൻ ഒരുങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാ. ഏത് നിമിഷവും മരണം സംഭവിക്കാം. സ്തോത്രം. ഏത് നിമിഷവും ദൈവത്തോട് ചേരുന്ന പ്രക്രിയ, പ്രോസസ്സ്, അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം. നമുക്കൊരല്പസ്വല്പമൊക്കെ നമുക്ക് സൂക്ഷിക്കാം. നമ്മുടെ ഹെൽത്തിനെ സൂക്ഷിക്കാം, നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കാം, നമ്മുടെ ചെയ്തികളെ സൂക്ഷിക്കാം. ഇതെല്ലാം ചെയ്യാം. ഒരു പക്ഷേ ഒരല്പം ദീർഘമായ നാളുകളിലേക്ക് നമുക്ക് ജീവിക്കാനായിട്ടുള്ള അവസരമുണ്ട്. അത് ദൈവാശ്രയത്തിൽ നമ്മൾ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. ഞാൻ പറയട്ടെ, അത് വിശ്വാസത്തിൻ്റെ ഒരു പാതയിൽ ഒരു രോഗം വന്നാൽ ഒരു ഡോക്ടറെ കാണുന്നുണ്ടാന്നോ, അല്ലെങ്കിൽ പ്രിവെൻറ്റീവായിട്ട് രോഗം വരണേക്ക് മുമ്പേ തന്നെ നമ്മളൊരു രോഗത്തെ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് ഒരു രോഗനിർണയം ചെയ്യുന്നത് തെറ്റാണെന്നോ ഒന്നും ബൈബിൾ പഠിപ്പിക്കുന്നില്ല. അത് നിങ്ങളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ഒരു വിഷയവുമല്ല. പ്രത്യേകം ശ്രദ്ധിച്ചോണം. വീണ ലോകത്താണ് നമ്മൾ താമസിക്കുന്നത്. ശ്രദ്ധിച്ചോണം, ഈ ഒരു പ്രിൻസിപ്പിൾ നിങ്ങൾ മറന്നു പോകരുത്. വീണ ലോകത്താണ് നിങ്ങൾ വസിക്കുന്നത്. വീണ ലോകം എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകത്തിന്റെ മുഴുവൻ കൺട്രോളും പിശാച് ഏറ്റെടുത്തിരിക്കുന്ന ഒരു അവസരമാണിത്. മനുഷ്യർ ചെയ്തു കൂട്ടിയിരിക്കുന്ന ഒരുപാട് പാപങ്ങളും ഒരുപാട് ചെയ്തികളും ഈ സമൂഹത്തിന് വിപത്തായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ വസിച്ചുകൊണ്ടിരിക്കുന്നത്. പൊല്യൂഷൻ ഉണ്ട്. നമ്മൾ വെറുതെ നടന്നു പോയാൽ തന്നെ നമ്മൾക്ക് ശ്വാസകോശത്തിന് പ്രശ്നമുള്ളവർക്ക് ശ്വാസ തടസ്സമുണ്ടാകാം. കാർബൺ മോണോക്സൈഡിന്റെ അളവ് വളരെ കൂടുതലാണ്. നമ്മൾ ഒരാളാണെങ്കിലും നമ്മൾ കാർ ഓടിക്കുന്ന ഒരു കൾച്ചറിലാണ് നിൽക്കുന്നത്. ഞാൻ ഒറ്റയാളാണ്, പക്ഷെ എനിക്ക് എൻ്റെ കാര്യങ്ങൾ നടക്കണം, എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾക്ക് പിന്നീട് വിഘ്നം വരരുത്. അതുകൊണ്ട് എന്ത് ചെയ്തു? ഒരാളെ ഉള്ളുവെങ്കിലും ഒരു കാറെടുത്ത് വരുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചറാണ് നമ്മുടെ സൊസൈറ്റിയിലുള്ളത്. മനുഷ്യൻ വരുത്തി വെച്ചിരിക്കുന്ന വിനയാണ്. പച്ചക്കറികൾ നമ്മൾ മേടിച്ചാൽ അതിനകത്ത് മുഴുവൻ വിഷമുണ്ട്. നമ്മളത് കഴിക്കുന്നു. വിശ്വാസി ആയതുകൊണ്ട് ഈ പച്ചക്കറിയിലുള്ള വിഷം എന്നെ ഏക്കില്ല എന്നൊന്നും പറയരുത്. അത് വിശ്വാസത്തെ ഒന്നും ബാധിക്കുന്നില്ല. അതൊന്നും വിശ്വാസമൊന്നും അല്ല. അത്
നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള വിഷയങ്ങൾ തെറ്റിദ്ധാരണയിലൂടെ നിങ്ങളെ പഠിപ്പിച്ച് വച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു സ്ട്രക്ചർ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ഹെൽത്തിനെ നമ്മൾ മാനേജ് ചെയ്യില്ല. നമ്മൾ എന്ത് കഴിച്ചാലും കുഴപ്പമില്ല. ഐസ്ക്രീം ആവശ്യത്തിന് കഴിക്കുന്നു, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ കഴിക്കുന്നു. ഇന്നലെ ജയേഷ് ബ്രദറിൻ്റെ കൊച്ചുമോന് എൻ്റെ അടുത്തിട്ട് വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററങ്കിള് ഒരു ഭയങ്കര പാര പണിതല്ലോ. അതെന്താണ്? KFC പോകണ്ടെന്ന് പറഞ്ഞത്, ഇനിയിപ്പം അച്ഛനും അമ്മ എന്നെ KFC കൊണ്ടുപോവോ? കൊച്ചു പയ്യനാ, പക്ഷേ അവൻ ചിന്തിച്ചത് ചിന്ത കണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അപ്പൊ കുഞ്ഞുങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിപ്പിച്ചെടുക്കണം. മക്കളെ, നിങ്ങൾ കഴിക്കേണ്ടുന്ന ഭക്ഷണം ഇതാണ്. നിങ്ങൾ ഇങ്ങനെ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോഗ്യം ലഭിക്കുന്നു. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് ആരോഗ്യം ലഭിക്കുന്നു. നിങ്ങൾ എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആരോഗ്യം ലഭിക്കുന്നു. എക്സസൈസിനെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ അതിൽ പോയോ, 120 കിലോ വെയിറ്റ് ഉണ്ട്. പുള്ളിയോട് എക്സസൈസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു വിധത്തിലും പുള്ളി അക്സെപ്റ്റ് ചെയ്യത്തില്ല ഈ കാര്യം. ഇന്നത്തെ തലമുറകളുടെ ഒരു പ്രശ്നമാണ്. പ്രിയമുള്ളവരെ, ഞാൻ സബ്ജക്റ്റിൽ നിന്ന് വേറിട്ട് പോകുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നമ്മുടെ വിശ്വാസത്തെ നമ്മൾ ഒന്നുകൂടി ദൈവത്തിൻ്റെ അറിവിലേക്ക് കൊണ്ടുവന്ന് ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞ്, ദൈവം എവിടേക്കാണ് എന്നെ സ്ട്രെങ്തൻ ചെയ്യാൻ കഴിയുന്നതെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക്, ഒരു സ്വഭാവ വൈശിഷ്ട്യതയിലേക്ക്, ഒരു സ്വഭാവത്തിൻ്റെ രൂപീകരണത്തിലേക്ക് നമ്മൾ വിശ്വാസികൾ കടന്നു വരണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതിനാരെങ്കിലും ആമേൻ പറയോ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് മുതൽ ഞാൻ അധികം ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഹോട്ടലുകളൊക്കെ ഉണ്ട്, നമുക്ക് ചില സന്ദർഭങ്ങളിൽ നമ്മൾ കഴിക്കണം. പക്ഷെ നിങ്ങൾ സെലക്റ്റീവ് ആകുക. ഹല്ലേലൂയ. സെലക്റ്റീവ് ആകുക. ഭക്ഷണങ്ങളുടെ കാര്യത്തിൽ സെലക്റ്റീവ് ആകുക. നിങ്ങളുടെ നടപ്പിൽ നിങ്ങൾ വളരെ സൂക്ഷിക്കുക. പല കാര്യങ്ങളും നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ നമ്മൾ സൂക്ഷിക്കുക. ഇവിടെ പറഞ്ഞല്ലോ, ദൈവം സകല പാപത്തെയും മോചിപ്പിക്കുവാൻ തക്കവണ്ണം അവന് കഴിയും, സംശയമില്ല. പക്ഷേ പാപത്തെ മോചിപ്പിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു ലൈസൻസ് കിട്ടിയതുപോലെ പെരുമാറുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം കരുണ ചെയ്യുന്നവനാണ്, ദൈവം കൃപാലുവാണ്. പക്ഷെ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല, പാപം ചെയ്തിട്ട് കരുണ ചോദിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. പാപം ചെയ്യാതെ എത്രത്തോളം ഇവൻ എന്നോട് ചേർന്ന് നടക്കുന്നു എന്നുള്ളതാണ് ദൈവം നോക്കുന്നത്. ആവർത്തന പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്. ആ വാക്യം ഇപ്രകാരമാണ് പറയുന്നത്. ആ വാക്യം, അതിൻ്റെ എക്സാക്റ്റ് വേർഡ് എനിക്ക് ഓർമ്മയില്ല, ഞാൻ ഇന്നാളും അത് റെഫറൻസ് എടുത്തതായിരുന്നു. ദൈവത്തെ നോക്കുന്ന, ജാഗ്രതയോടെ നോക്കുന്ന വ്യക്തികളെ ദൈവം തെരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തെ ജാഗ്രതയോടുകൂടി നോക്കുന്നവനെ ദൈവം തെരഞ്ഞുകൊണ്ടിരിക്കുന്നു ഭൂമിയിൽ. സ്തോത്രം. അതിൽപ്പെട്ട ഒരുവനാണോ ഞാൻ എന്നാണ് നമ്മൾ തിരക്കേണ്ടത്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. സ്തോത്രം. നമ്മൾ എത്ര പേര് യഹോവയെ കാത്തിരിക്കുന്നവരാണ്? ഹല്ലേലൂയ. 63-ാമത്തെ സങ്കീർത്തനത്തില് അതിൻ്റെ 1-ാമത്തെ വാക്യം, 1-2 വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിക്കാവോ? 63-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 1-2 വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കി. ദൈവമേ നീ എൻ്റെ ദൈവം, ദൈവമേ നീ എൻ്റെ ദൈവം, അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കുന്നു. വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി കാംക്ഷിക്കുന്നു. സ്തോത്രം. ആ വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? അതികാലത്തെ എൻ്റെ ഉള്ളം നിന്നെ കാംക്ഷിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. ദേഹവും ദേഹിയും ആത്മാവും, ഇത് മൂന്നും നമുക്കുള്ളതാ. ഒരു മനുഷ്യനുണ്ട്. ഈ 3 കാര്യങ്ങളും സമുന്നയിപ്പിച്ചുകൊണ്ട് ഈ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരുവനെയാണ് ദൈവത്തെ അന്വേഷിക്കുന്നവൻ എന്ന് പറയുന്നത്. സ്തോത്രം. ദൈവത്തെ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ, ദൈവത്തെ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ദേഹം കാത്തിരിക്കുക എന്നുള്ളതല്ല. ഫാസ്റ്റിംഗ് പ്രയറിൽ വന്ന് ദൈവത്തെ കാത്തിരിക്കുന്നവരെ കുറിച്ച് നമുക്ക് കാണാം. ഫാസ്റ്റിംഗ് പ്രയർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റിംഗ് പ്രയറിൽ ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യം ചെയ്യാനായിട്ട് ഇറങ്ങി ഓടും.
അപ്പോൾ എന്തോ ആയിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത്? ബോഡി ഇവിടെയുണ്ട്, മനസ്സ് വേറെ എവിടെയോ. കാര്യമുണ്ടോ? ദൈവത്തെ കാത്തിരിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ യെസ് ഓർ നോ പറഞ്ഞേ, ശരിയാണോ? അല്ല. അപ്പോ നമ്മൾ ദൈവത്തെ കാത്തിരിക്കുമ്പോൾ ദേഹം, ദേഹി, ആത്മാവ് അവനെ കാത്തിരിക്കണം. അങ്ങനെയുള്ളവരുടെ ഹൃദയത്തിലേക്കാണ് ദൈവം സംസാരിക്കുന്നത്. അവരുടെ മധ്യത്തിലാണ് ദൈവം സ്ട്രെങ്ത് തരുന്നത്, ശക്തി പകരുന്നത്. ഇന്ന് പകൽക്കാലം ആരെങ്കിലും എനിക്ക് ശക്തിയില്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കാത്തിരിപ്പിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണം പ്രിയമുള്ളവരെ. സ്തോത്രം. ഞാൻ പെട്ടെന്ന് പോട്ടെ. ഹല്ലേലൂയ. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4:13 നമുക്കൊന്ന് വായിച്ചു നോക്കാം. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? പൗലോസ് പറയുന്നത് വളരെ ശ്രദ്ധേയമായിട്ടൊരു കാര്യമാണ്. ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ഹിം ഹൂ സ്ട്രെങ്തൻ മീ. എപ്പോഴാണ് പറഞ്ഞതെന്നറിയോ? പ്രയാസത്തിലിരിക്കുമ്പോൾ, കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോൾ, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ, ഹല്ലേലൂയ, ഒരു സ്ഥലത്തും നിൽക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, റോമക്കാർ മുഴുവനായിട്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, വിശ്വാസ സമൂഹം തന്നെ എതിരിട്ടുകൊണ്ടിരിക്കുമ്പോൾ, അപ്പോസ്തലികത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഐ ക്യാൻ ഡു എവ്രിതിങ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നവനാണ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. തിരിച്ചറിവാണ് അപ്പോസ്തലനായ പൗലോസിന്റെ തിരിച്ചറിവാണ്. ഇന്ന് പകൽക്കാലം ഈ തിരിച്ചറിവിലേക്കാണ്, ഈ ഒരു കൺവിക്ഷനിലേക്കാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകേണ്ടത്. നമുക്കൊരു അനുഭവം വരുവാൻ തക്കവണ്ണം, നമ്മൾക്ക് ആ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തെ രുചിച്ചറിയുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞില്ല എങ്കിൽ, നമ്മളതിനെ ഇവേഡ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ അതിൽ നിന്ന് അത് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ വരല്ലേ എന്ന് വിചാരിച്ച് ഓടിപ്പോകുകയാണെങ്കിൽ നമുക്കൊരിക്കലും ഈ ദൈവത്തെ അനുഭവിക്കാൻ കഴിയത്തില്ല. സ്തോത്രം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ 3 കാര്യം ഞാൻ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമാണ്. എനിക്ക് കർത്താവിനെ എനിക്ക് അറിയണം, അല്ലേ? ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 3:10 എന്താ പറയുന്നത്? എനിക്ക് അവനെ അറിയണം. ആ വാക്യം ഒന്ന് വായിക്കാവോ? 3:10. നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കുന്ന ഒരു വാക്യമാണ്. ഈ 4:13 പറഞ്ഞ അതേ പൗലോസ് 3:10 എന്ത് പറയുന്നു നോക്കിയാട്ടെ? അവനിലിരിക്കണം, അവന്റെ മരണത്തോട് അനുരൂപപ്പെടണം. ശരി, നിൽക്കട്ടെ. അവനിലിരിക്കണം, അവന്റെ മരണത്തോട് അനുരൂപപ്പെടണം. ഒരു വിശ്വാസിയുടെ ചിന്തയായത്, ഒരു ഡിസൈപ്പിളിന്റെ ചിന്തയാണിത്. അവനിലിരിക്കണം, അവന്റെ മരണത്തോട് അനുരൂപപ്പെടണം. എന്നിട്ട് പറയുകയാണ്, എനിക്ക് അവനെ അറിയണം. സ്തോത്രം. യേശുവിനെ എനിക്ക് അറിയണം. ഒന്ന് ആലോചിച്ച് നോക്കി. 12 കപ്പൽ ഛേദങ്ങളിലൂടെ കടന്നുപോയി, അല്ലേ? 3-ാം സ്വർഗം വരെ എടുക്കപ്പെട്ടു. അപ്പോസ്തലനായ പൗലോസിന്റെ ചരിത്രമായി പറയുന്നത്. എബ്രായറിൽ എബ്രായനായിട്ടുള്ളവൻ, ഗമാലിയേലിന്റെ ശിഷ്യൻ, അല്ലേ? എത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു മിനിസ്റ്റർ, അല്ലേ? തൻ്റെ റുമാല് ഇട്ടപ്പോൾ സൗഖ്യം വരുത്തിയിട്ടുണ്ട്. മരിച്ചുപോയവരെ ഉയർപ്പിച്ചിട്ടുണ്ട് പൗലോസ്. ഇത്രമാത്രം ശ്രേഷ്ഠകരമായിട്ടുള്ള ദൈവിക ജ്ഞാനം പ്രാപിച്ച, അല്ലെങ്കിൽ ദൈവത്തെ അറിഞ്ഞ, അനുഭവിച്ച ഒരു വ്യക്തിയാണ് പറയുന്നത്, ഇതൊന്നും പോരാ, എനിക്ക് ഇനിയും അവനെ അറിയണം. തന്നെയുമല്ല, അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെ എനിക്കൊന്ന് ബോധ്യമാകണം. അതും പോരാ. 3-ാമത്തെ കാര്യം എന്താ? നമ്മൾ ആരെങ്കിലും പറയുന്ന കാര്യമാണോ? 3-ാമത്തെ എന്താണ്? അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അറിയണം. അത് മാത്രം വേണ്ട, അല്ലേ? അത് നമുക്ക് ആർക്കും റിജോ നമുക്ക് താല്പര്യമുണ്ടോ? ബാക്കി രണ്ടും കുഴപ്പമില്ല, അല്ലേ? കർത്താവിനെ അറിയാനായിട്ട് താല്പര്യമുണ്ട്, അല്ലേ? എന്നാ കർത്താവിനെ അറിയാനായിട്ട് താല്പര്യമുണ്ട്. അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തി അറിയാനായിട്ട് താല്പര്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ആരെങ്കിലുമൊക്കെ കൈവച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ സൗഖ്യം വരുന്നതൊക്കെ വലിയ കപ്പാസിറ്റി, വലിയ പവറല്ലേ? അപ്പൊ ആ പുനരുദ്ധാനത്തിന്റെ ശക്തിയൊക്കെ ഒന്ന് അറിയണം കർത്താവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. പക്ഷെ ഈ 3-ാമത്തെ കാര്യം ആരെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും അത് താല്പര്യമെടുക്കാറുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. എന്താണ് 3-ാമത്തെ കാര്യം? അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ അറിയുക. ഞാൻ പറഞ്ഞു വരുന്നത്, ആരാ ഇത് പറഞ്ഞത്?
4-ാമത്തെ അധ്യായം ഫിലിപ്പിയർ 4:13 നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ഹിം ഹൂ സ്ട്രെങ്തൻ മീ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകല കാര്യങ്ങളും ചെയ്യുവാൻ കഴിയുമെന്ന് പറയുന്ന അപ്പോസ്തലനായ പൗലോസ് അത് പറയുവാൻ തക്കവണ്ണം എങ്ങനെ പരിപക്വമായി വന്നു, എങ്ങനെ ആ മെച്യൂരിറ്റിയിലേക്ക് വന്നു? അതിൻ്റെ കാരണം ഇതാണ്, അവൻ്റെ ആഗ്രഹം ഇതാണ്, അവൻ്റെ ആറ്റിറ്റ്യൂഡ് ഇതാണ്. സ്തോത്രം. നമ്മൾ അത്രയും ആറ്റിറ്റ്യൂഡിലേക്കും അത്രയും ചിന്തയിലേക്കും നമ്മൾ കടന്നു വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. ഞാൻ വെറും ഒരു ക്രിസ്ത്യാനിയായിട്ട് പുറമെ ഇറങ്ങി നടക്കുവാനായിട്ടല്ല കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിലൂടെ, എൻ്റെ ലൈഫ് എന്ന് പറയുന്ന സാക്ഷ്യത്തിലൂടെ അനേകരെ യേശുവിനെ കണ്ടെത്തുവാൻ കഴിഞ്ഞാൽ മാത്രമേ കഴിയത്തുള്ളൂ. നമ്മൾ തിരുവത്താഴ് ശുശ്രൂഷ കഴിഞ്ഞല്ലോ അല്ലേ? തിരുവത്താഴ് ശുശ്രൂഷ നമ്മൾ എടുത്തു. ഈ തിരുവത്താഴ് ശുശ്രൂഷ എടുക്കുമ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, അവൻ്റെ മരണത്തോട് അനുരൂപപ്പെടുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ, അവൻ മരിച്ചത് ആർക്ക് വേണ്ടിയിട്ടാണ്? പ്രത്യേകം ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ. അവൻ മരിച്ചത് ആർക്ക് വേണ്ടിയിട്ടാണ്? നമുക്ക് വേണ്ടിയിട്ട്. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, അവന് വേണ്ടി മരിക്കാൻ ആരെങ്കിലും തയ്യാറാണോ? ആരെങ്കിലും തയ്യാറാണോ? കൈപൊക്കാവോ? ആരും കൈപൊക്കുന്നില്ലേ? നിങ്ങൾ തിരുവത്താഴ് എടുത്തവരാണോ? നിങ്ങൾ എത്ര പേര് തിരുവത്താഴ് എടുത്തു ഇന്ന്? പ്രൈസ് ഗോഡ്. ശരിക്കും കൈപൊക്കുമോ? എല്ലാവരും ശരിക്കും നന്നായിട്ട് നിങ്ങൾ കോൺഫിഡൻസോടുകൂടി കൈപൊക്കുമോ? ധൈര്യമായിട്ടിരുന്നോ? ഇതൊരു കുടുംബമാണ്, ഇതൊരു ഫാമിലിയാണ്, നത്തിങ് വിൽ ഹാപ്പൻ. തിരുവത്താഴം എടുത്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ എന്താ പറഞ്ഞതെന്നറിയോ? അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാണെന്ന്. അപ്പൊ ഇപ്പൊ നിങ്ങൾ പറയുന്നു അല്ലെന്ന്. See, that is very important. ഈ തിരുവത്താഴം എന്ന് പറയുന്നത് വെറുതെ ഉള്ള ശുശ്രൂഷ അല്ല. ഇതൊരു വെറും ഒരു ചർച്ചിലേക്ക് കടന്നു വരുമ്പോഴേ ആ തിരുവത്താഴം ഉണ്ടോ എന്നാ കൊള്ളാം, കുഴപ്പമില്ല എന്ന് പറയുന്ന ശുശ്രൂഷ അല്ല ഇത്. ദിസ് ഈസ് സംതിങ് എൽസ്. ദിസ് ഈസ് സംതിങ് ഡിഫറെന്റ്. മരണത്തെ പ്രസ്താവിക്കുന്ന ശുശ്രൂഷയാണിത്. കർത്താവിൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നതോടൊപ്പം അവൻ്റെ മരണം എന്നെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് ഞാൻ പ്രസ്താവിക്കുന്ന ശുശ്രൂഷ കൂടിയാണിത്. അവൻ്റെ മരണം എന്നെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയുമ്പോൾ, ഈ ഫിലിപ്പിയർക്ക് ലേഖനത്തിൽ തന്നെ 2:5 നമ്മളൊന്ന് വായിച്ചു നോക്കി. അവിടെ എന്താ പറയുന്നത്? അവൻ ദൈവത്തിൻ്റെ സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപമെടുത്ത് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് മരണത്തോളം അനുസരണയുള്ളവനായി തീർന്നു. പ്രൈസ് ഗോഡ്. അതാണ് യേശു. ആർക്ക് വേണ്ടിയിട്ടാണ് മരിച്ചത്? എനിക്ക് വേണ്ടിയിട്ട് മരിച്ചു. സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, ഒരു സഹോദരിയെ, ഒരു സഹോദരനെ യേശുവിന് വേണ്ടി നേടാൻ നിങ്ങൾ മരിക്കോ ഇല്ലയോ? പ്ലെയിൻ ക്വസ്റ്റ്യൻ. ഫ്രാൻസിഡ് മരിക്കോ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, ജിമലിയറ്റ് പോയ ആ ഒരു ഗ്രൂപ്പിൻ്റെ പേരെന്തായിരുന്നു? ഓഗ അല്ലേ? ഓഗ സംതിങ്. ഈ ഓഗ എന്ന് പറയുന്ന, ഓഗ എന്നാന്ന് തോന്നുന്നു അതിൻ്റെ പ്രൊണൗൺസിയേഷൻ. ആ ഒരു ട്രൈബൽ ആ ട്രൈബൽസിൻ്റെ ഇടയിലേക്ക് ജിമലിയറ്റ് അല്ലേ ജിജു? ജിമലിയറ്റ് കടന്നു പോകുന്ന സമയത്ത് എടുത്ത തീരുമാനമെടുത്ത വയസ്സ് എത്രയെന്നറിയോ? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 26 വയസ്സാണ്. 26 years. ജസ്റ്റ് മാരീഡ്. മാരേജ് കഴിഞ്ഞ് ഹണിമൂണൊന്നും പോയില്ല. മിനിസ്ട്രിക്ക് വേണ്ടിയിട്ടാണ് പോയത്. ഹല്ലേലൂയ. ആരുടെ അടുത്തേക്കാണ് പോയത്? ഈ ട്രൈബൽ സമുച്ചയത്തിൻ്റെ അടുത്തേക്കാണ്, ട്രൈബൽസിൻ്റെ അടുത്തേക്കാണ് പോയത്. ഈ ട്രൈബൽസ് ആരാണ്? അവരും മനുഷ്യരോട് ഒരു വിധത്തിലും കൂടിച്ചേരാൻ താല്പര്യമില്ലാത്തവര്. അമ്പിൽ വിഷം പുരട്ടി ശത്രുവെന്ന് കാണുന്നവരെ കൊല്ലുവാൻ മടിക്കാത്ത ഒരു ഗ്രൂപ്പിന്റെ ഇടയിലേക്ക് സുവിശേഷവുമായിട്ട് 3 മിഷണറിമാർ ഇറങ്ങി. അതിലൊരാൾ ഈ ജിമ്മലിയറ്റാണ്. 26 വയസ്സുണ്ട് ആ ചെറുപ്പക്കാരന്. ആംഗ്യ ഭാഷകളിലൂടെ പല കാര്യങ്ങൾ പറഞ്ഞു. ഇവർക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായില്ല. ഇവരമ്പെയ്തു, കൊന്നു. 3 പേരും അവിടെ മരിച്ചു വീണു. സ്റ്റോറി അവിടെ നിൽക്കുന്നില്ല. മരിച്ചു വീണു, അടക്കി, എല്ലാം കഴിഞ്ഞപ്പോൾ ഈ ഒട്ടും പ്രായമില്ലാത്തതായിട്ടുള്ള ജിമ്മലീറ്റിൻ്റെ ഭാര്യ പറഞ്ഞു, ഇനി ഞാനാണ് അവിടെ സുവിശേഷത്തിൻ്റെ വേലക്കായിട്ട് പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദിസ് ഈസ് വാട്ട് വി ആർ ടേക്കിംഗ് അപ്പ് ദിസ് മിനിസ്ട്രി.
ഈ കർത്താവിൻ്റെ ശുശ്രൂഷ, ഈ തിരുവത്താഴ് ശുശ്രൂഷയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷ അതാണ് പ്രിയമുള്ളവരെ. ഒരു വ്യക്തിക്ക് വേണ്ടി നേടുവാൻ, അവനെ യേശുവിലേക്ക് നേടുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും മരിക്കുവാനുള്ള ഒരു തീരുമാനം എടുക്കുവാൻ കഴിയാത്തിടത്തോളം കാലം ഈ ശുശ്രൂഷ എടുക്കരുതെന്നാണ് ഞാൻ പറയാറ്. നമ്മൾ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. സ്തോത്രം. അതാണ് ഒരു അൾട്ടിമേറ്റ് കാര്യമാണ്. ആ ലെവലിലേക്ക് എൻ്റെ ഫെയ്ത്തിനെ വരുത്തണം കർത്താവേ. സ്തോത്രം. ഞാൻ പറയട്ടെ വീണ്ടും. അപ്പോസ്തലനായ പൗലോസ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലത്തിനും മതിയായതാണെന്ന് പറയുവാൻ തക്കവണ്ണം അപ്പോസ്തലനായ പൗലോസിനെ കഴിഞ്ഞതിൻ്റെ കാരണം അവൻ അറിഞ്ഞിട്ടുണ്ട്. അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി എന്നതെന്ന് പൗലോസ് അപ്പോസ്തലൻ അറിഞ്ഞിട്ടുണ്ട്. അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെക്കുറിച്ചുള്ള വലിയ ബോധ്യം ഈ അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് അവൻ്റെ ശക്തിയെക്കുറിച്ച് പറഞ്ഞത്. അതുകൊണ്ട് വീണ്ടും ഞാൻ നിങ്ങളോട് പറയട്ടെ, കാത്തിരിക്കുന്നവരെ പുതുക്കുന്ന ദൈവശക്തിക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. 3 പോയിന്റ് ഞാനൊന്ന് പറഞ്ഞോട്ടെ, പ്രാർത്ഥിക്കുവാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ധ്യാനിക്കുവാനായിട്ട്. ഈ ഒരു സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് 3 കാര്യങ്ങൾ. ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവത്തിൻ്റെ സ്ട്രെങ്ത്, ദൈവത്തിൻ്റെ ആ പവർ, ദൈവത്തിൻ്റെ ആ ശക്തി അനുഭവിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ആഗ്രഹത്തിനായിട്ട്, ദൈവത്തിൻ്റെ ഈ ശക്തി എന്നിൽ നിറയ്ക്കുവാനായിട്ട് കർത്താവേ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് ഒന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഒന്നാമതായിട്ടൊരു തീരുമാനമെടുക്കാം. യശയ്യാവിന്റെ പുസ്തകം 41:10 പറയുന്നത്, ഫിയർ നോട്ട്, ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കേണ്ട, ഐ ആം വിത്ത് യു, ഡോണ്ട് ബി ഡിസ്മൈഡ്. ഒരിക്കലും നിങ്ങൾ വിഭ്രമിച്ചു നോക്കേണ്ട, എൻ്റെ ശക്തി നിന്റെ മേൽ കടന്നു വരാൻ പോവുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഒന്നാമതായിട്ട് ഇവിടെ എന്നെ കേൾക്കുന്നവരിൽ ആരെങ്കിലും ഈ ദൈവശക്തി ഇതുവരെ ഞാൻ അനുഭവിച്ചിട്ടില്ല, ഈ ദൈവത്തെ ഞാൻ പൂർണ്ണമായിട്ടും അനുഭവിച്ചറിയുവാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട് എങ്കിൽ പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ വചനം നിങ്ങളെ ഉറപ്പാക്കുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്യം ഒന്നുകൂടെ എടുക്കാവോ ബ്രദർ? യെശയ്യാവിന്റെ പുസ്തകം 41:10 ഒന്നുകൂടെ എടുക്കാവോ വിപിൻ? അല്ല നവീൻ. യെശയ്യാവ് 41:10. യെശയ്യാവ് 41:10 ഒന്നെടുത്താട്ടെ. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? വിശ്വാസമുള്ളവർക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അവർ മാത്രം ഒന്ന് കരങ്ങളെ തട്ടിയാട്ടെ. സ്തോത്രം. അടുത്തിരിക്കുന്ന ഒരാൾക്കൊന്ന് ഷെയ്ക്കാൻ്റെ കൊടുത്താട്ടെ. സ്തോത്രം. ആരെങ്കിലും ഉറങ്ങുന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് ഉണർത്തുകയും ചെയ്യാം. ഒന്ന് ഷെയ്ക്കാൻ്റെ കൊടുത്താട്ടെ. യെസ്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ ഒരു പ്രോമിസ് ആണിത്, ദൈവത്തിന്റെ ഒരു വലിയ വാഗ്ദത്തമാണിത്. ഹല്ലേലൂയ. ഭ്രമിച്ചു നോക്കേണ്ട, നീ ഡിസ്പ്ലേ ഒന്നും ചെയ്യണ്ട, നീ വിഷാദിച്ചിരിക്കേണ്ട, എൻ്റെ ശക്തി നിന്റെ മേൽ നിറയ്ക്കാൻ ഞാൻ പോവുകയാണ്. ഇതാണ് നമ്മൾ വായിക്കുന്ന ഒരു കാര്യം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, എവിടെയാണ് നിങ്ങൾക്ക് ശക്തി ആവശ്യമെന്ന് ആരെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണ്? നമ്മൾ നമ്മുടെ വീക്ക്നെസ്സിനെ ഒരിക്കലും പുറത്ത് കാണിക്കാറുണ്ടോ? നമ്മുടെ വീക്ക്നെസ്സിനെ നമ്മൾ പറയാറുണ്ടോ? നമ്മുടെ വീക്ക്നെസ്സിനെ നമ്മൾ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാറുണ്ടോ? ഇല്ല എന്ന് വേണം പറയാൻ, അല്ലേ? ഉണ്ടല്ലേ? ഓക്കെ, വെരി ഗുഡ്. റോജർ അത് പറഞ്ഞതിലായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ശക്തികേടിനെ, നമ്മുടെ ബലഹീനതയെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ മാത്രമാണ് ദൈവത്തിന് എന്തെങ്കിലും നമ്മുടെ മേൽ ചെയ്യാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് നമുക്ക് വീണ്ടും ഞാനൊന്ന് പറയട്ടെ. ഒരു എക്സാമ്പിള്, 2 കൊരിന്ത്യർ അതിൻ്റെ 12-ാമത്തെ അധ്യായത്തില് അദ്ദേഹം വലിയ ദാസനാണ്. അതിൻ്റെ 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്ന 3-ാം സ്വർഗം വരെ എടുക്കപ്പെട്ടതായിട്ടുള്ള ഞാന് എനിക്ക് അനുഭവിക്കുന്നതായിട്ടുള്ളൊരു പ്രയാസം, അത് ഫിസിക്കലാണോ മെൻ്റലാണോ എന്നാണെന്നൊന്നും എക്സാക്ട്ലി ക്ലിയർ അല്ല. എന്തോ ആയിക്കോട്ടെ, എന്തോ ഒരു വലിയ പ്രയാസത്തിൽ പെട്ടിരിക്കുകയാണ്. ദൈവം എന്നെ സൗഖ്യമാക്കാതിരിക്കുമോ എന്നുള്ള ആത്മവിശ്വാസത്തിൽ പോയി മുട്ടുമടക്കി ദൈവത്തിൻ്റെ സന്നിധിയിൽ. തെറ്റുണ്ടോ അതിനകത്ത്? തെറ്റുണ്ടോ? ഇല്ല, അല്ലേ? തെറ്റില്ല.
പക്ഷെ അങ്ങനെ മുട്ടുമടക്കിയപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, എഴുന്നേറ്റോളാൻ പറഞ്ഞു. അതെന്താണ് എഴുന്നേക്കാൻ പറഞ്ഞതിൻ്റെ കാര്യം? അവൻ്റെ മേലുള്ള ബലഹീനത, മാനസികമായിക്കൊള്ളട്ടെ, ഫിസിക്കലായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, അവൻ്റെ മേലുള്ള ആ ബലഹീനതയെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ള വിവരം ദൈവം അവനോട് സംസാരിച്ചു. എന്താ പറഞ്ഞത്? വെറുതെ അങ്ങ് പറയുകയാണ് ചെയ്തല്ല, എൻ്റെ കൃപ നിനക്ക് മതി. സ്തോത്രം. എത്ര പേര് ഈ അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്? ഹല്ലേലൂയ. എൻ്റെ കൃപ നിനക്ക് മതി. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ഞാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വേർഡ് ഇന്ന് ഞാൻ നമ്മുടെ അവിടെ ഉള്ള ചേർച്ചിൽ ഞാൻ കേട്ടു. കുറേനക്കാരനായിട്ടുള്ള ശീമോനെ കുറിച്ച്. കുറേനക്കാരനായിട്ടുള്ള ശീമോനെ നിങ്ങൾക്കറിയാം അല്ലേ? കർത്താവ് ഗൊഗദ മലയിലേക്ക് കുരിശുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്നതായിട്ടുള്ള കുറേനക്കാരനായിട്ടുള്ള ശീമോനെ കണ്ടപ്പോൾ റോമൻ പടയാളികൾ വിളിച്ച് വരുത്തി അവനോട് ഈ യേശുവിൻ്റെ കുരിശെടുക്കാൻ പറഞ്ഞു. സഹോദരൻ, നിങ്ങളത് വായിക്കണം കേട്ടോ. ഞാനതിന്ന് എനിക്ക് ആ ബ്രദർ എന്നോട് വളരെ ആ ബ്രദർ സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നി വളരെ ശക്തമായിട്ട് അതിനകത്ത് ഒരുപാട് പ്രമേയങ്ങൾ കിടപ്പുണ്ട്. കുറേനക്കാരനായിട്ടുള്ള ശീമോൻ യേശു കുരിശെടുത്ത് ഇങ്ങനെ പോണ കണ്ടപ്പോഴേ കർത്താവ് എന്നാ പിന്നെ ഞാൻ കുറച്ചു നേരം കുരിശെടുക്കാം, നീ ഇച്ചിരി നേരം മാറി നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കുരിശെടുത്തതല്ല. അത് കണ്ട് വളരെ ബുദ്ധിമുട്ടി, വളരെ പ്രയാസപ്പെട്ട് ഒരുപക്ഷെ അവിടുന്ന് ഓടി മാറാനായിട്ട് ശ്രമിച്ചവനാണ് ഈ കുറേനക്കാരനായിട്ടുള്ള ഈ ശീമോൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം എന്താണെന്നറിയോ? റോമൻ പട്ടാളക്കാർ അവനെ നിർബന്ധിച്ചു എന്നുള്ളത് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. നിർബന്ധിച്ച് അവനെ ആ കുരിശെടുപ്പിച്ചു, മുന്നോട്ട് പോയി. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ്, ഒരു സങ്കീർത്തനത്തിൻ്റെ ഒരു പോയിന്റിൽ നിന്നാണ് അദ്ദേഹം പറഞ്ഞത്. നീ നിന്റെ ഹൃദയം വിഷാദിച്ച് ഞരങ്ങുന്നതെന്ത് എന്നൊരു വാക്യമുണ്ട് അല്ലേ സങ്കീർത്തനത്തിൽ? ഏത് സങ്കീർത്തനമാണ് എക്സാക്ട്ലി? 42-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ അവസാന ഭാഗത്ത്. എൻ്റെ മുഖപ്രകാശക രക്ഷ നിന്റെ മേൽ ഇരിക്കുന്നുണ്ട്. അതാണ് ആ വാക്യത്തിൻ്റെ ഒരു സ്ട്രക്ചർ. അതാണ്. വിഷാദിച്ച് ഞരങ്ങുന്ന സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് ഇല്ലേ? സ്തോത്രം. ആകസ്മികമായിട്ടുള്ള മരണം, ആകസ്മികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം കണ്ടു കഴിയുമ്പോൾ വിഷാദിച്ച് ഞരങ്ങുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉള്ളപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, പ്രത്യാശ എൻ്റെ മേൽ വയ്ക്കുകയാണെങ്കിൽ ഈ മുഖപ്രകാശക രക്ഷ, ദൈവത്തിൻ്റെ മുഖപ്രകാശക രക്ഷ നിൻ്റെ മേൽ ഉദിക്കും, നിൻ്റെ മേലുണ്ട്. സ്തോത്രം. ദൈവം പ്രവർത്തിച്ച പ്രവൃത്തിയെ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഈ കുറേനക്കാരനായിട്ടുള്ള ഈ ശീമോന്റെ ലൈഫിനെ കുറിച്ച് നോക്കുമ്പോൾ അവൻ്റെ 2 മക്കള്, അല്ലെങ്കിൽ ഹിസ്റ്ററിയൊക്കെ ഞാൻ പിന്നീട് അദ്ദേഹം പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അലക്സാന്ദ്രോയും റൂഫോസും. അവരെ കുറിച്ച് പിന്നീട് പറയുന്നുണ്ട്. അവരുടെ തലമുറയെ ദൈവം അനുഗ്രഹിച്ചു. ഈ റൂഫോസ് എന്ന് പറയുന്ന വ്യക്തി ഏതോ ഒരു ഏതോ ഒരു പ്രൊവിൻസിലെ ഗവർണറായി മാറി. അലക്സാണ്ടർ എന്ന് പറയുന്ന ആ വ്യക്തി ഒരു ബിഷപ്പായി തീർന്നു കർത്താവിൻ്റെ ചർച്ചിൻ്റെ, സഭയുടെ. തലമുറകളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം. മറ്റൊരു കാര്യം കൂടിയുണ്ട്. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടുവാൻ തക്കവണ്ണം, നമ്മുടെ പാപങ്ങളെ കഴുകി മാറ്റുവാൻ തക്കവണ്ണം നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലേ? ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ ചരിത്രത്തിൽ ശരിയായ വിധത്തിൽ ഫിസിക്കലായിട്ട്, ഭൗതികമായിട്ട് യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട് കഴുകപ്പെട്ടത്. ആരാ? അല്ല, യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട് ഫിസിക്കലായിട്ട് കഴുകപ്പെട്ട ഒരാളുണ്ട്. കഴുകപ്പെട്ടു എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വേറെ തെറ്റിദ്ധരിക്കണ്ട. ആരാത്? കുറേനക്കാരനായ ശീമോൻ. കാരണം അവൻ ആരുടെ കുരിശ എടുത്തത്? ഒഴിവുചാൽ പോലെ കീറിയ ശരീരമുള്ള ഓരോ ഏരിയകളിലും
അല്ലെ, ശരീരത്തിന്റെ ഒരു ഭാഗത്തും രക്തം കിനിയാത്ത ഏരിയ ഇല്ലല്ലോ യേശുവിന്റെ. ആ യേശു രക്തം, ആ കുരിശ് എവിടെയാ വഹിച്ചതെന്ന് നമുക്കറിയാം അല്ലേ. അപ്പൊ ആ കുരിശ് എങ്ങനെയായിരിക്കും ഇരുന്നത്? രക്തം കൊണ്ട് നിറഞ്ഞായിരുന്നത്. ഈ കുരിശ് ഇപ്പോഴാരാ വഹിച്ചേക്കുന്നത്? കുറേനക്കാരനായിട്ടുള്ള ശീമോൻ. നാലോചിക്കേ, വലിയൊരു ചരിത്രമാണ് അല്ലേ. അവൻ്റെ തലമുറകളെ ദൈവം രക്ഷിച്ചു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മൾ ഓരോരുത്തരും ഒരുപാട് കണ്ടീഷണലായിട്ട് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ലിമിറ്റ് ചെയ്തുകൊണ്ട്, ചില കാര്യങ്ങളിൽ ഒരു ബോർഡർ ലൈൻ വരച്ചുകൊണ്ടാണ് ദൈവത്തെ നമ്മൾ കാണാറ്. അങ്ങനെ ദൈവത്തെ കണ്ടാൽ ദൈവത്തിൻ്റെ ശക്തി എൻ്റെ മേൽ കടന്നു വരുവാൻ സാധ്യത കുറവാണ് പ്രിയമുള്ളവരെ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നിങ്ങൾ അടുത്ത് വരുന്നുണ്ടെങ്കിൽ, ആ ദൈവകൃപയിലേക്ക് നിങ്ങൾ അടുത്ത് വരുന്നുണ്ടെങ്കിൽ, അവൻ്റെ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ, നിങ്ങളുടെ ബലഹീനതകളുടെ മേൽ പ്രവർത്തിക്കുന്ന ദൈവത്തെ അറിയുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ, നിങ്ങളെ നിറയ്ക്കുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ചോദിക്കുക. സ്തോത്രം. എവിടെയെങ്കിലും ഒരു വീക്ക്നെസ്സിലൂടെ കടന്നു പോകുന്നുണ്ടോ നിങ്ങൾ? നമുക്കൊരു നിമിഷം നമുക്ക് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. എഴുന്നേറ്റ് നിൽക്കാം. ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയില്ലാതെ നമ്മുടെ സ്ട്രെങ്ത്തിൽ ഒരിക്കലും നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. സങ്കീർത്തനം 73:26 നമ്മൾ വായിച്ചത്. എൻ്റെ മൈ ഫ്ലെഷ്, എൻ്റെ ജഡം, മൈ ഫ്ലെഷ്, മൈ ഹാർട്ട് മേ ഫെയിൽ. ഒരുപക്ഷെ എൻ്റെ ഹൃദയവും എൻ്റെ ശരീരവും ഒക്കെ തോൽവി അണഞ്ഞേക്കാം. എങ്കിലും കർത്താവേ, നിൻ്റെ മുഖത്തേക്ക് ഞാൻ നോക്കുമ്പോൾ, നിൻ്റെ ശക്തി ഞാൻ കാണുമ്പോൾ, എൻ്റെ ഹൃദയത്തിലേക്ക് നിറഞ്ഞു വരുന്നതായിട്ടുള്ള ആ പരിശുദ്ധാത്മാവിൻ്റെ കൃപ എൻ്റെ മേൽ പ്രവേശിക്കുമ്പോൾ, കർത്താവേ, എത്ര മനോഹരമായിട്ടൊരു കാര്യമാണ് കർത്താവേ. ഇന്ന് പകൽക്കാലം ആ ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. എന്നെ കേൾക്കുന്നവരാരെങ്കിലും ഈ ദൈവശക്തി ചോർന്നു പോയി എന്ന് ചിന്തിച്ച് ഇവിടെ നിൽക്കുന്നവരുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം അവരുടെ മധ്യത്തിലേക്ക് ആ ദൈവശക്തിയെ കൂട്ടിക്കൊണ്ടുവരികയാണ് കർത്താവ്. ആ ദൈവശക്തി ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരികയാണ്. സ്തോത്രം. പ്രൈസ് യു ജീസസ്. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ. എവിടെയാണ് ശക്തി ചോർന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന അനുഭവമുള്ളത്? പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യം, പരിശുദ്ധാത്മാവിൻ്റെ ആ ഫില്ലിംഗ്, പരിശുദ്ധാത്മാവിൻ്റെ ആ നിറവിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം എവിടെയാണ് നമ്മൾ തളർന്നിരിക്കുന്നത് പ്രിയമുള്ളവരെ? പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ.